ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 29 റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ലൊരു എപ്പിസോഡാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ് എപ്പിസോഡ്. ഇന്ന് മെയിൻലി കാണിച്ചത് ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക്കാണ്. അല്ലാതെ വീക്ക്ലി ടാസ്ക്കോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞ ടാസ്കിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും അക്ബറും തമ്മിലുള്ള ഒരു ക്ലാഷ്. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിൻലി. ഇന്ന് പിന്നെ കുറച്ച് ഇമോഷണൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഷാനവാസ് അക്ബറും കൂടെയുള്ള ഇമോഷണൽ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ നല്ലതായിരുന്നു. അപ്പം നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ആണെങ്കിൽ എപ്പിസോഡിൽ ഫസ്റ്റ് കാണിച്ചത് നമ്മുടെ മോർണിംഗ് ഡാൻസ്, എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് തേങ്ങയൊക്കെ പൊട്ടിക്കുക. തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിയില്ലാത്തൊരു കത്തി വെച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. കത്തി കൊണ്ട് അടിക്കുന്നു. കത്തിയാണെങ്കിൽ തെറിച്ചു പോകുന്നു, അതായത് ഒടിഞ്ഞിട്ട് തെറിച്ചു പോകുന്നു. അപ്പോൾ അന്നേരമാണെങ്കിൽ ലക്ഷ്മി ഇവിടെ ഉണ്ട്. ലക്ഷ്മിയോട് അന്നേരം പറയുന്ന ഒരു കത്തി പൊട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിൻ്റെ രാവിലത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അനീഷ് അവിടെ ഉലാത്തി തുടങ്ങി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഉലാത്തിലുണ്ടല്ലോ പുള്ളിയുടെ. എല്ലാ ദിവസവും രാവിലെയാണല്ലോ പുള്ളി കണ്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പതിയെ പുള്ളി പറഞ്ഞു തുടങ്ങി അത് വൈൽഡ് കാർഡ്സിനെതിരെയാണ്. ഈ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് കയറിയത് ഈ ബിഗ് ബോസിൻ്റെ മൊത്തത്തിലുള്ള സീസണിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് വൈൽഡ് കാർഡായിട്ട് കയറിയിട്ടുള്ള. ഒട്ടും നട്ടല്ലില്ലാത്തവരാണ്, തരം താഴ്ന്ന ആൾക്കാരാണ്, എന്താ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫൊക്കെ എടുത്തിട്ട് കളിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഒരു സൈഡിൽ കൂടെ പറഞ്ഞു തുടങ്ങി. അന്നേരമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്താനി അന്നേരം പറയുന്നുണ്ട്, അനീഷേട്ടനാണെങ്കിൽ ഇപ്പം ടാർഗറ്റ് മാറ്റി പിടിച്ചു. വൈൽഡ് കാർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ പിടിച്ചാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയുന്നുണ്ട്. പിന്നെ അന്നേരം അനീഷ് വീണ്ടും അതിനെ എതിർത്ത് പറഞ്ഞു കഴിയുമ്പോൾ മസ്താനി അത് പുറത്തെ കാര്യം പോലെ, അതെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, അതായത് ഏതാണ്ട് പറയാനുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ ഭയങ്കര ട്രാൻസ്പെറൻറ്റ്, ഞാൻ നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ പറയാം, എനിക്കൊരു പ്രശ്നമില്ല. ഇത് ഒത്തിരി ഒന്നും ഇതിനകത്ത് മെയിൻ എപ്പിസോഡ് കാണിച്ചില്ല. ശരിക്കും ലൈവിനകത്തിൽ അനീഷ് പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല, നീ അവിടെ പുറത്തെ കാര്യം പറഞ്ഞിട്ടോ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ജിഷിൻ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വൈൽഡ് കാർഡ്സിൻ്റെ എല്ലാം കാണാനുള്ള പറയാം. അപ്പോൾ ജിഷിൻ അതിനകത്തിൽ കയറി പിടിക്കുന്നുണ്ട്. ജിഷിൻ എന്നിട്ട് പറയുന്നുണ്ട്, വെറുതെ അല്ല അനീഷ് ഡിവോഴ്സ് ആയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ മോശമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ജിഷിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോഴത്തേനും അതിൽ കയറി ലക്ഷ്മി പിടിച്ചു. ലക്ഷ്മി പറഞ്ഞത് അങ്ങനെ പറയല്ല, പേഴ്സണൽ കാര്യം എടുത്ത് പുറത്ത് പറയുന്നത്. എന്നിട്ട് ലക്ഷ്മി പറഞ്ഞതോ, ജിഷിനാണെങ്കിൽ ജിഷിൻ്റെ കുട്ടീനെ കണ്ടിട്ട് 4 വർഷമായി. അപ്പം സെയിം സിറ്റുവേഷൻ അല്ലേ ജിഷിനും ഉള്ളത്. അപ്പം അനീഷ് ഡിവോഴ്സ് ആയെങ്കിൽ ജിഷിനും അതേ സെയിം സിറ്റുവേഷനിലേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോഴത്തേന് അവിടെ ഒരു എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഫീമെയിൽ ഷോവനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോട് പറയുന്നു, പേഴ്സണൽ ലൈഫ് പറയാൻ പാടില്ല. അന്നേരം ലക്ഷ്മി പറയും, നിങ്ങൾ പേഴ്സണൽ ലൈഫ് പറഞ്ഞിട്ടാണല്ലോ ഞാനും തിരിച്ച് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 പേർ ഭാഗത്തുണ്ട്, ഒരു ആവശ്യമില്ല അവിടെ ഒരു പേഴ്സണൽ ലൈഫിനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് ബിന്നി കയറി ഇടപെട്ടു. ബിന്നി വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണെങ്കിൽ ഇവിടുത്തെ ഗെയിമിൻ്റെ വെച്ചിട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞു, പുറത്തെ കാര്യങ്ങൾ പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതി ബിന്നി പറഞ്ഞു. അക്ബർ ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, അതായത് അക്ബർ പ്രോപ്പർ സ്റ്റാൻഡ്, നമുക്ക് റെസ്പെക്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസിൽ എന്നാണെന്നുണ്ടെങ്കിൽ പല കേസിലും മറ്റേ ഞാൻ ലൈവിലും പിന്നീട് രാത്രി കണ്ടത്, അതായത് നമ്മുടെ ഈ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഈ ജിഷിൻ്റെ അടുത്ത് പേഴ്സണൽ കാര്യം വെച്ചിട്ട് തിരിച്ചു പറഞ്ഞില്ല. അപ്പോൾ അതിനെതിരെ അക്ബർ ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, നല്ല കൃത്യമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ലൈവിൽ ഞാൻ കണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ലക്ഷ്മിയോട് അവിടെ പറയുന്നുണ്ട്, നിങ്ങളത് പറഞ്ഞത് തെറ്റാണ്. ഈവൻ ജിഷിനാണെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യം വെച്ചിട്ട് അനീഷിനെ പറയാൻ നോക്കുമ്പോൾ നീ ആണെന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ പോകുമ്പോൾ വീണ്ടും പുറത്തെ കാര്യങ്ങൾ വെച്ച് അത് വളരെ തെറ്റായ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ അക്ബറിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അക്ബർ വന്നിട്ട് അവരുടെ 2 പേരുടെ അടുത്തും പറഞ്ഞു, ഇത് പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അക്ബർ സ്റ്റേണായിട്ട് അത് പറഞ്ഞു. അങ്ങനെ ആ സാധനം അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുവാ അനു ആണെന്നുണ്ടെങ്കിൽ ബിന്നിയെ അക്ബറിനെ പറ്റി അനു ആണെന്നുണ്ടെങ്കിൽ ജിഷിനെയും വിളിക്കും. ജിഷിനോട് കിടന്ന് അക്ബറിൻ്റെ അടുത്ത് പോയി ആണല്ലോ അപ്പോൾ അക്ബർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അക്ബറിൻ്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കുക. അപ്പോൾ അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ വന്നല്ലോ. അപ്പോൾ അവർ സൗണ്ടൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അനീഷിൻ്റെ പുറത്തെ കാര്യങ്ങൾ ആരെയാണെങ്കിലും പുറത്തെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ട് അക്ബർ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിഷിൻ അതിൻ്റെ അടുത്ത് ജിഷിനാണെങ്കിൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായത് പുള്ളി കടന്ന് അമറും. അപ്പോൾ അനു വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ പേഴ്സണൽ ഇത് കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പോകുന്നത്, ബിന്നിയുടെ അടുത്ത് അക്ബറിൻ്റെ അടുത്ത് ഒക്കെ ചോദിക്കാൻ വന്നത് എന്തിനാണ് അവിടെ അവർക്ക് സ്പേസ് കൊടുക്കാൻ പോകുന്നതെന്ന്. പിന്നെ ഇവരൊന്നും മറ്റേ ഇതൊന്നും പേഴ്സണൽ കാര്യമൊന്നും എടുത്ത് പറയത്തില്ലല്ലോ, ഇവർ പറയുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അനു പറയുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിന് ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടായിരുന്നല്ലോ, ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ആ ഫുഡാണെന്നുണ്ടെങ്കിൽ
കറക്റ്റ് സമയത്ത് കൊടുക്കത്തില്ല എന്ന്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഷാനവാസ് ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. അപ്പം ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കണം. അതിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഷാനവാസ് ലക്ഷ്മിയെ പോയി ചൊറിയുന്നുണ്ട്. അതായത് ഫുഡ് കറക്റ്റ് നോക്കി കൊടുക്കണം, സമയത്തിന് കൊടുക്കണം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവർ കറക്റ്റ് സമയത്ത് ഒരു 10 മണി 10 കണ്ടായ സമയത്ത് തന്നെ കൊടുത്തായിരുന്നു. ഷാനവാസിൻ്റെ ടീമൊക്കെ 12 മണിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഇന്നലത്തെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ്, ഇഷ്യൂൻ്റെ പുറത്താണ് ലക്ഷ്മിയുടെ അടുത്ത് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അനീഷും കയറി വരുന്നുണ്ട്. കാലത്തോ വൈകി, ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പയർ ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാനവാസും ലക്ഷ്മി വീണ്ടും ഭയങ്കര അടി ഉണ്ടാകുന്നു. വന്നുകൊണ്ട് തന്നെ എല്ലാവരും കയറി വിഴുങ്ങാനൊന്നും നിൽക്കുമല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ലക്ഷ്മി എടുത്തു. അപ്പം ലക്ഷ്മി അതിന് തക്കതായിട്ട് മറുപടി തിരിച്ച് പറയുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിട്ട് പറയുക ചേരും പിടിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ ടാസ്കിനെ പറ്റിയാണ് പറയുന്നത്. അതായത് എല്ലാവർക്കും ഇവർക്ക്, അതായത് നമ്മൾ വൈൽഡ് കാർഡ്സിന് ഒരു സബ്ജക്റ്റ് കിട്ടും, ഒരു വിഷയം കിട്ടും. ആ വിഷയത്തിൽ വെച്ചിട്ട് ഇവർ നമ്മുടെ വീട്ടിലുള്ള ബാക്കി കണ്ടസ്റ്റൻസിനെ റാങ്ക് ചെയ്യണം. അപ്പോൾ വൈൽഡ് കാർഡ്സാണ് ഇത് ചെയ്യേണ്ടത്. റാങ്ക് 1 to 16 റാങ്ക്സ് അവർക്ക് കൊടുക്കണം. അപ്പം ഇവർ കൊടുത്തിരിക്കുന്ന റാങ്ക് ഇവർ പറയും. എന്നിട്ട് നമ്മുടെ മറ്റുള്ള ഹൗസ്മേറ്റ്സ് ഊഹിച്ച് പറയണം ഇതിനകത്തിൽ ഇവരെന്ത് കാറ്റഗറിയിലാണ് ഏത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് ഇവർ ഊഹിച്ച് പറയണം. ഇവർ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിന് ഇത് ഈ 5 പേരുണ്ടല്ലോ വൈൽഡ് കാർഡ്സ്, 5 പേരിൽ ഒരാൾക്ക് പണിപ്പുരയിൽ പോകാൻ പറ്റത്തില്ല. അത് നമുക്ക് ഹൗസ് മേറ്റ്സിന് തിരഞ്ഞെടുക്കാൻ പറ്റും ആർക്കാണ് പോകാൻ പറ്റാത്തതെന്നുള്ളത്. ഇതിനകത്തിൽ ഇവർ പറഞ്ഞതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഹൗസ് മേറ്റ്സിന് ഊഹിച്ച് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോംബ് ടാസ്ക് ഉണ്ടല്ലോ, ബോംബ് ടാസ്ക് പണിപ്പുരയിൽ നിന്ന് ബോംബ് എടുക്കുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾക്കല്ലേ കൊടുത്തുള്ളൂ, അതായത് അക്ബറിന് ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല. പക്ഷേ ബോംബ് ടാസ്കിൽ 2 ഹൗസ് മേറ്റ്സിന് സെയിം ടാസ്ക് ചെയ്യേണ്ടി വരും. അത് അറ്റ് എ ടൈം 2 പേർക്ക് സെയിം ടാസ്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ആ ഒരു ഗെയിം. അപ്പം വൈൽഡ് കാർഡ്സിന് ആദ്യം കിട്ടിയ ക്ലൂ എന്ന് പറയുന്നത് ബുദ്ധി ഇല്ലാത്തത്. അപ്പോൾ അത് വെച്ചിട്ട് ബുദ്ധി ഇല്ലാത്തത്, അപ്പോൾ അത് വെച്ചിട്ട് ഇവരെ റാങ്ക് ചെയ്യണം. അല്ല ബുദ്ധിശക്തി ഉള്ളത് എന്ന് വെച്ചിട്ടുള്ള ബുദ്ധിശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ റാങ്ക് ചെയ്യുമ്പോൾ ഇവർ ജിസേൽ ഫസ്റ്റ്, അനീഷ് സെക്കൻഡ്, നൂറ, ഷാനവാസ്, അക്ബർ അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റിൽ ഷൈത്തിയും ആര്യനുമാണ്. അപ്പോൾ അങ്ങനെ റാങ്ക്. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ ഡിസൈഡ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അപ്പം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട്. 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്തിൽ ഏത് ഓപ്ഷനാണ് വെച്ചിട്ടാണ് ഇവർ റാങ്ക് ചെയ്തതെന്ന് പറയണം. അപ്പം ഭീരുത്വം, ബുദ്ധിശക്തി, അലസത, ഇതിനകത്തിൽ ഏതാണ് ഇവർ റാങ്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയും ചോദിക്കും. അപ്പോൾ ഹൗസ് മേറ്റ്സ് കറക്റ്റായിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട്, ബുദ്ധിശക്തി എന്നുള്ളത്. അപ്പം അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഹൗസ് മേറ്റ്സിന് തീരുമാനിക്കാം, ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാം ആരാണ് നമ്മുടെ പണിപ്പുരയിൽ കയറാൻ പറ്റാത്തത്. അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്നത് മസ്താനിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മസ്താനിക്ക് പണിപ്പുരയിൽ കയറാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മസ്താനിയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് റെനയും അപ്പാനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഈ പണിപ്പുരയിൽ പോകാൻ പറ്റാത്തതിന് ഇവർ തിരഞ്ഞെടുത്തതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരമൊക്കെ മസ്താനി ഇവിടെ നടത്തുന്നുണ്ട്. ഇനിയും മറ്റേ ഈ ചേരുമ്പടി ടാസ്കിൻ്റെ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത് സ്ക്രീൻ പ്രസൻസ് ആർക്കാണുള്ളതെന്ന് വെച്ചിട്ട് അവരെ അത് ചെയ്യണം. ഇവർ കുറച്ചൊന്ന് ഉൾട്ടടിച്ചിട്ടൊക്കെയാണ്. ഫസ്റ്റ് നെവിന്, സെക്കൻഡ് ജിസേൽ, അക്ബർ, ഷാനവാസ്, അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അനു ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഇത്. ഏറ്റവും ഇല്ലാത്തതെന്ന് പറയുന്നത് ബിന്നി, ശൈത്യ, ഇവർക്കാണ് ഇങ്ങനെയാണ് റാങ്കിങ്. അപ്പോൾ ഇതിനകത്തിൽ ഓപ്ഷൻസ് ബിഗ് ബോസ് കൊടുത്ത് ഇമോഷണലാണ്, പിന്നെ ഇറിറ്റേറ്റിംഗ് ആണ് സ്ക്രീൻ പ്രസൻസ്. അപ്പം അവരാണെന്നുണ്ടെങ്കിൽ നെവിൻ, ജിസേൽ ഇതിങ്ങനെ ആണല്ലോ. അപ്പോൾ ഇവർ സെലക്ട് ചെയ്യുന്നത് ഇറിറ്റേറ്റിംഗ് എന്നുള്ള ഓപ്ഷനാണ്, അതായത് ഹൗസ് മേറ്റ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ തോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് വെച്ചിട്ടായിരുന്നല്ലോ റാങ്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ വൈൽഡ് കാർഡ്സാണ് ഈ റൗണ്ടിൽ വോൺ ചെയ്തത്. അപ്പം അതായത് മറ്റേ പണിപ്പുരയിൽ നിന്നുള്ള ബോംബിൻ്റെ ടാസ്കിനെ അവർ സെലക്ട് ചെയ്യുന്നത് ജിസേലിനെയാണ്. അടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ അഭിലാഷ്, അപ്പാനി, അക്ബർ, ബിന്നി എന്ന് അവർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക. അതായത് ബിന്നിയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന റാങ്കിങ്ങിലല്ല ഏറ്റവും താഴെ. അപ്പോൾ ബിന്നിയുടെ ഒരു വിചാരം ബിന്നി ഭയങ്കര ഗെയിമറാണെന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്കാർക്ക് സ്ക്രീൻ പ്രസൻസ് ഇല്ല, അല്ല ബുദ്ധിശക്തി ഇല്ല. ഇപ്പോൾ ഇതിനകത്തിലെല്ലാം ഏറ്റവും താഴെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവർ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇവർ ട്വിസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്നെ അടുത്ത മൂന്നാമത്തെ റൗണ്ടിൽ ഇവർക്ക് കിട്ടിയത് സത്യസന്ധത. അപ്പോൾ ഇവർ റാങ്ക് ചെയ്യുന്നത് അനുവിനാണ് ഫസ്റ്റ് റാങ്ക് കൊടുത്തത്. അവരുടെ ട്വിസ്റ്റ് ചെയ്തു. അപ്പോൾ അനുവിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അനീഷ, അഭിലാഷ്, ഷാനവാസ്, അക്ബർ അങ്ങനെ പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോയി. അപ്പം എന്നിട്ട് ഓപ്ഷൻസ് കൊടുത്തത് സ്വാർത്ഥത, സത്യസന്ധത, അസൂയ. അപ്പോൾ ഹൗസ് മേറ്റ്സ് അനുവിൻ്റെ പേര് വന്നപ്പോഴത്തേന് ഡെഫിനറ്റ്ലി ആൾക്കാർ വിചാരിച്ചു സ്വാർത്ഥതയായിരിക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു സ്വാർത്ഥതയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റൗണ്ടിലും വൈൽഡ് കാർഡ്സ് വിജയിച്ചു. എന്നിട്ട് പണിക്ക് ഇവർ സെലക്ട് ചെയ്തത് അനുമോളെയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ബോംബിൻ്റെ ടാസ്ക് വരുമ്പോൾ അത് കൊടുക്കാനുള്ള ആൾ നേരത്തെ ഇതിനകത്തിൽ ജിസയിലും ഇതിനകത്തിൽ അനുമോളെ സെലക്ട് ചെയ്തു.
അങ്ങനെ അനുമോൾ എന്നിട്ട് ആദിലയോട് സംസാരിക്കുന്നുണ്ട്. എന്തുവാ ഇവരാണെങ്കിൽ വൈൽഡ് കാർഡ്സ് അനുമോളെ ഫേവർ ചെയ്തിട്ടാണല്ലോ സത്യസന്ധമായിട്ടുള്ളത്. അപ്പോൾ അത് ഫേവറേഴ്സും കാണിക്കുന്നത്. ഇവർ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നില്ല, എനിക്ക് ഫേവറേഴ്സ്, അതായത് മറ്റുള്ളവർ ഇത് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത്. അതായത് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് വൈൽഡ് കാർഡ്സ് വന്നിട്ട് അനുവിനെ ഫേവർ ചെയ്യുന്നു. അപ്പം എല്ലാവരും ഗെയിം കളിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ആദിലയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ജിസേലിന് മറ്റേ ഈ സത്യസന്ധതയ്ക്കുള്ളത് അനുമോൾ കിട്ടിയല്ലോ. അപ്പം ജിസേൽ നൈസായിട്ട് വന്ന് സാവുമാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശരിക്കും അനു തന്നെയാണ് ഹോണസ്റ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പം ജിസേലിനൊരു പേടിയുണ്ട്, അനു ഹോണസ്റ്റ് ആണെന്ന് അങ്ങനെ ഒരു രീതിയിലാണ് പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അനു പറഞ്ഞ കാര്യം സത്യമാണെന്ന് എല്ലാവരും വിചാരിക്കത്തില്ലേ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയാണ് ജിസേലിന് നൈസായിട്ട് സാവുമാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാവുമാനെ പറയുന്നുണ്ട് അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല, ബാക്കിയുള്ളവരത് അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു വെച്ച്. അപ്പം ജിസേലിന് മനസ്സിലായി ഇല്ല ഇത് അവർ ഒറിജിനലി ഉള്ള സംഭവം അല്ല കൊടുത്തെന്നുള്ളത് ജിസേലിനോട് മനസ്സിലാവുന്നുണ്ട്. അടുത്ത റൗണ്ട് ഇവർക്ക് കിട്ടിയ ഇതെന്ന് പറയുന്നത് ശുചിത്വം. അപ്പോൾ അവരത് അനീഷ, ജിസേല, ബിന്നി, ഒനീല അങ്ങനെ പറഞ്ഞിട്ട് അവർ റാങ്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഓപ്ഷൻ ശുചിത്വം, മടി, സ്വാധീനിക്കൽ. പക്ഷേ അത് ഹൗസ് മേറ്റ്സ് കറക്റ്റായിട്ട് പറയാൻ, കാരണം അനീഷും ജിസയിലൊക്കെ വേണമല്ലോ. അപ്പോൾ അവർ ഹൗസ് മേറ്റ്സ് വിൻ ചെയ്തു. അപ്പം വൈൽഡ് കാർഡ്സ് ആണല്ലോ ഫീൽ ചെയ്തത്. അപ്പോൾ പണിപ്പുരയിൽ അവർക്ക് ഒരാൾക്ക് കയറാൻ പറ്റത്തില്ല, അതിന് സെലക്ട് ചെയ്ത് പ്രവീണിനെയാണ് സെലക്ട് ചെയ്തത്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള ആൾ. അപ്പോൾ ഇവർ സ്മാർട്ടായിട്ടുള്ള ആളിൽ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആര്യൻ, നെവിൻ, അക്ബർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത്. എന്നിട്ട് ഓപ്ഷൻ കൊടുത്തത് സ്മാർട്ട്, റിബൽ, എൻ്റർടൈനർ. അപ്പം ഇത് ഹൗസ് മേറ്റ്സിൽ അതായത് ആരാണ് ബുദ്ധിയില്ലാത്തതിന് അത് ഏറ്റവും ലാസ്റ്റിൽ, ഇവിടെ സ്മാർട്ട് വന്നപ്പോൾ ഫസ്റ്റിലും. അപ്പോൾ ഇവർക്കാകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. അപ്പോൾ ഹൗസ് മേറ്റ്സ് റെബലായിരിക്കും, ആരും വന്നതുകൊണ്ട് റെബലായിരിക്കും എന്ന് പറഞ്ഞിട്ട് റെബൽ എന്ന് പറഞ്ഞു. അങ്ങനെ വൈൽഡ് കാർഡ്സ് വിൻ ചെയ്തു. അപ്പം അടുത്ത പണിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് റെന ഫാത്തിമയാണ്. ഇവർ വൈൽഡ് കാർഡ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 പേര് സെലക്ട് ആയിട്ട്, ജിസേൽ, റെന ഫാത്തിമ ആൻഡ് പിന്നെ നമ്മുടെ ആരായിരുന്നു അനുമോൾ. അപ്പോൾ ഇത്രയും പേരാണ് സെലക്ട് ആയത്. ഇനിയും ശൈത്യ, അപ്പാനി, ആര്യൻ ഇവരൊക്കെയാണെന്ന് അനുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അനുവിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. കട്ടപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഇവർ പറയുന്നുണ്ട്. ഇപ്പോൾ മസ്താനി വന്നിട്ട് കുറച്ച് ഇത് എരികേറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറയുന്നു. പുറത്തെ കാര്യമാണ് മസ്താനി വന്നിട്ട് പറയുന്നത്, ഞാൻ പിന്നെ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പാനി ആര്യനും പുള്ളിക്കാരനെ ഇത് ചെയ്യുന്നുണ്ട്. നീ ഇല്ല ഞങ്ങളുടെ അടുത്തൊന്നും ഇതുവരെ അനുവിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ ശൈത്യയുടെ അനുവിനെ പറ്റി വേറൊരാളുടെ പോയി പറയുകയല്ല ചെയ്തത്. ശൈത്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അനുവിന് നെഗറ്റീവ് വന്ന സമയത്ത് നൈസായിട്ട് ഒന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ നോക്കിയതേ ഉള്ളൂ ശരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നി ആര്യനും കൂടെ മറ്റേ അനു ലവ് ട്രാക്ക് പിടിക്കാൻ ട്രൈ ചെയ്തു എന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരി അന്ന് പോയി ആര്യൻ്റെ കൂടെ നിൽക്കുന്നു, ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടി അതിനുണ്ടല്ലോ. അപ്പം ശൈത്യ പറയുന്നത് എനിക്കും അറിയാം അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് ശൈത്യ പറയുന്നുണ്ട്. അടുത്തതാണ് വൈൽഡ് കാർഡ് പണിപ്പുര എൻട്രി ചെയ്യുന്നതാണ്. അപ്പം ചേരുമ്പടി ടാസ്കിൽ ഔട്ടായ മസ്താനിയും പ്രവീണിനും കയറാൻ പറ്റത്തില്ല. അപ്പോൾ സാബുമാനും ലക്ഷ്മിയും ജിഷിനും കൂടാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ കയറുന്നു, കുറേ സാധനമൊക്കെ എടുത്തിട്ട് വരുന്നു. അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂം എല്ലാവരും ഇരിക്കുക. അപ്പോൾ അനീഷിൻ്റെ ഒരു സ്ഥിരം സ്ഥലമാണ് നമ്മുടെ ആ കൗച്ചിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നൂറ് ചെയ്യുന്നു. ഇപ്പോഴത്തെ സൈഡിൽ നൂറ്, അപ്പോഴത്തെ സൈഡിൽ ആദിലായിരുന്നു. അപ്പോൾ അനീഷിന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ലല്ലോ. അപ്പോൾ അനീഷിന് അവിടെ ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അന്നേരമാണെന്നുണ്ടെങ്കിൽ അനീഷ് ബിഗ് ബോസിന് പറഞ്ഞു എന്നോടുള്ള വ്യക്തിവിരോധം വെച്ചിട്ടാണ് നൂറ് കളിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് ഇത് ശരിയല്ല, അതിലെ നൂറ് ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളി കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ബിഗ് ബോസ് ലാസ്റ്റ് പറയുന്നുണ്ട് ഇവിടെ ആർക്കും പ്രത്യേക ഇരിപ്പിടമൊന്നുമില്ല, എവിടെയും ഇരിക്കാൻ പറയുന്നുണ്ട് അനീഷിനോട്. അങ്ങനെ അനീഷ് പോയി ഒരു ഇടയ്ക്കുള്ള സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ പണിപ്പുര പോയി കൊണ്ടിട്ടുള്ള ബോംബിൻ്റെ ഇത് കൗണ്ട് പറയും. 3 ബിഗ്, 5 സ്മോൾ ബോംബും 6 മീഡിയം ബോംബാണ് അവരെടുത്ത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് മീഡിയം പണിയാണ്. അപ്പം ബിഗ് ബോസ് പറയുന്നത് പണി പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഈ പണിക്ക് വേണ്ടി ഉള്ള സംഭവം ഒരു ബൗളിനകത്തിൽ ചിട്ടിട്ടിട്ട് വരുന്നുണ്ട്. ഇനി 2 വീക്ക് മോഹൻലാലിനെ കാണാൻ പറ്റില്ല, ഇതിനകത്തിൽ ഒരാളെ 2 പേരെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവർ സെലക്ട് ചെയ്യുന്നത് ഷാനവാസിനെയും. ഷാനവാസാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് പുള്ളി ഡിപ്ലോമാറ്റിക്കായിട്ട് പറയും, അതിനകത്തിൽ പുള്ളി പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡ് വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസിനെ പറയുന്നത്. റെന ഫാത്തിമ എന്ന് പറഞ്ഞാൽ റെന ഫാത്തിമയ്ക്ക് വീക്കെൻഡ് എപ്പിസോഡ് വരേണ്ട ഒരു കാര്യമില്ല, അതിനകത്തിൽ ഒരു കണ്ടന്റ് കൊടുക്കാനില്ല. അപ്പോൾ അത് കാരണം റെന ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഇവർ വൈൽഡ് കാർഡ് സെലക്ട് ചെയ്യും, ഷാനവാസിനെ, റെന ഫാത്തിമയെ. അപ്പം റെനയ്ക്കൊപ്പം മറ്റേ ഇതിൻ്റെ ഇടയ്ക്ക് റെന പറയുന്നുണ്ടായിരുന്നു മസ്താനിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരീനെ എന്തോ പറഞ്ഞ് ചീത്ത വിളിച്ചു, മോശമായിട്ടുള്ള ജസ്റ്റേഴ്സ് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 2 വീക്കിൽ ഇവർക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരാൻ പറ്റത്തില്ല. അപ്പോൾ റെനയ്ക്കാണെങ്കിൽ അവിടെ പറയണമെന്ന്. അപ്പോൾ റെന മുന്നോട്ട് വന്നിട്ട് പറയും എൻ്റെ കണ്ടന്റ് വേണ്ടാത്ത ഈ മസ്താനിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ വൃത്തിയായിട്ട് ജസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം പറയുന്നുണ്ട് ഇത് വളരെ മോശമായിട്ടുള്ളത് ആക്റ്റാണ്. അപ്പം ജിഷിൻ അപ്പോഴത്തേന് നമ്മുടെ ജിഷിൻ്റെ കഥാപാത്രമാണ്.
അല്ല അന്നേരം അതിൻ്റെ മുന്നേ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെ റെനയും മസ്താനിയും തമ്മിൽ. അപ്പോൾ റെന പറഞ്ഞാൽ പുറത്ത് വെച്ചിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പം ജിഷിൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ വിളിക്കുന്നതിന് എന്താണ് റീസൺ? അത് കേട്ടപ്പോഴേ പറ്റി അക്ബർക്ക് ചാടി എഴുന്നേറ്റ്. അക്ബർ, നീ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? എന്തെങ്കിലും ഈ ജസ്റ്റിസ് കാണിക്കുന്നത് തെറ്റാണ്, എന്തെങ്കിലും റീസൺ വേണോ, ഇത് എന്താ അതിനുള്ള റീസൺ ചോദിച്ചിട്ടാണോ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്, റീസൺ ഉണ്ടെങ്കിലേ ഇത് പറയത്തുള്ളൂ എന്ന് ചോദിച്ചിട്ട് അക്ബർ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെനയും മസ്താനിയും തമ്മിൽ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് വഴക്ക് തുടങ്ങി. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ അക്ബർ ഷാനവാസ് ഒരു സൈഡിൽ കൂടെ ഭയങ്കര വഴക്ക്. ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ അക്ബറിനെ ഇങ്ങനെ തള്ളി അവിടെ പുള്ളി കൗച്ചിലോട്ട് വീഴുന്നുണ്ട്, ചെറുതായിട്ട് തള്ളിയതാണ്. എന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ എന്നെ അപ്പോൾ ഇന്നത്തെ അക്ബർ പറയുന്ന കേട്ട് തന്തയ്ക്ക് വിളിച്ചു എന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് വേണം, നീ എന്നെ മണ്ടാന്ന് വിളിച്ചു, അപ്പം തന്ത കളിച്ചു, മറ്റേ LKG പിള്ളേർ കൂട്ടാം, നീ എന്നെ മണ്ടാന്ന് വിളിച്ച് ഞാൻ തന്തയ്ക്ക് കളിച്ചു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവരോട് ലാസ്റ്റിൽ ഇവർ ഭയങ്കര വഴക്കായി. അപ്പോൾ അനീഷ് അവിടെ ഇടയ്ക്ക് നിന്നിട്ട് മാറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറഞ്ഞു കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു. കൺഫെഷൻ റൂമിൽ പോകുന്ന വഴിക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്നെ മണ്ടാന്ന് വിളിച്ചു, ഷാനവാസിനെ അക്ബർ മണ്ടാന്ന് വിളിച്ചപ്പോൾ ഷാനവാസ് തന്തയ്ക്ക് വിളിച്ചു. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കൺഫെഷൻ റൂമിൽ വന്നിരുന്നിട്ടും അവരോട് നിർത്തുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ചു. അപ്പം ബിഗ് ബോസ് ദേഷ്യപ്പെടുന്നു. ബിഗ് ബോസിന്റെ സൗണ്ടൊക്കെ മാറി, ബിഗ് ബോസിന്റെ മറ്റേ ബാസ് സൗണ്ടൊക്കെ മാറിയിട്ട് മറ്റേ ദേഷ്യമുള്ള സൗണ്ടൊക്കെ വന്നു. പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കൊച്ചുകുട്ടികളെ പോലെ ഇവിടുന്ന് ഇത് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവർ നിർത്തുന്നില്ല, വീണ്ടും ഇവരിങ്ങനെ വീണ്ടും ബിഗ് ബോസ് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ എത്ര നാൾ പോകും? അപ്പോൾ എന്താ അക്ബർ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് പറ്റത്തില്ല, വീട്ടുകാരെ പറയുന്നത് പറ്റത്തില്ല എന്തോ. അപ്പം അനീഷ് നമ്മുടെ ഷാനവാസ് പറഞ്ഞു എൻ്റെ ഒരു ഗ്രൂപ്പ് കളിച്ചിട്ട് എന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. പക്ഷേ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഗെയിം. അപ്പം പുള്ളിക്കാരന് മാത്രമായിട്ട് പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ ഓക്കെ, അത് അവരങ്ങനെ പറഞ്ഞപ്പോൾ ലാസ്റ്റിൽ ബിഗ് ബോസ് കുറേ അനുദമിച്ചിട്ട് പറഞ്ഞു വിട്ടു. ലിവിങ് റൂമിൽ പോയിരിക്കുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഇനി ഒരു രീതിയിലുള്ള ഫിസിക്കൽ അഗ്രഷൻ ഇവിടെ പറ്റത്തില്ല. അതുപോലെ മോശമായുള്ള സംസാരമോ, അതായത് TV പ്രേക്ഷകർക്ക് ഇടയിൽ ഷോയ്ക്ക് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംസാരമോ ജസ്റ്റേഴ്സോ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തെ എല്ലാവരും കൂടെ കൈകൊട്ട് ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനിയാണെങ്കിൽ ഇത് അനുസരിക്കാത്തവരെ ഇനി വാണിംഗ് ഒന്നുമില്ല, അത് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തെ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ വന്നു. അടുത്താണെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ജയിൽ പണിഷ്മെൻറ്റ് നമ്മുടെ അനുവിൻ്റെയും ജിസേലിൻ്റെയും. അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഇതിനകത്തിൽ അടയ്ക്കാൻ പറയുന്നുണ്ട്. അതിന് പോയി അതിൻ്റെ ഇടയ്ക്ക് നൂറയും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ശൈത്യാണെന്നുണ്ടെങ്കിൽ വിട്ടു. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നൂറയാണോ അതിലായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അപ്പം പോകുന്നവരൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ട്, അതായത് നൂറ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുവിനെയും ജിസേലിനെയും ഇതിനകത്തിൽ കൂട്ടാത്തിട്ട് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അനു ഇപ്പം പറയുന്നുണ്ട്, അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഇവരുടെ അതായത് അനുവിൻ്റെ ദേഹത്ത് ജിസേലിൻ്റെ ഒരു ഫോട്ടോ ഇത് പിൻ ചെയ്തിട്ടുണ്ട്, ജിസേലിൻ്റെ ദേഹത്ത് അനുവിൻ്റെ എടുക്കുമ്പോൾ അന്നേരമാണെങ്കിൽ ജിസേൽ പറയുന്നുണ്ട് ഈ അനുമോളാണെന്നുണ്ടെങ്കിൽ എന്നെയാണ് യക്ഷിയാക്കി, എന്നെയാണെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ ഇങ്ങനെ കുത്തി ഇത് ചെയ്തിട്ട് യക്ഷിയാക്കി വികൃതമാക്കി ഇതാക്കി വല്ലാണ്ട് യക്ഷി പോലെ ആക്കി. അപ്പോൾ ഇവർ തമ്മിൽ അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നത് നിങ്ങൾ കിരിയും പാമ്പ് ആവാനല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ജിസേൽ അന്നേരം പറഞ്ഞു വാ തുറന്ന നുണയാണെന്ന് ഉണച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് ഈ ജിസേലിൻ്റെ ഫോട്ടോ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, യക്ഷിയുടെ ഊട്ടാക്കി വെച്ചില്ല, അത് കണ്ടിട്ട് ചിരിക്കുന്നത്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ഷാനവാസ് നിങ്ങൾ ചിരിക്കല്ല അത് കഴിഞ്ഞിട്ട് ജിഷിൻ വരുന്നുണ്ട്. ജിഷിൻ എന്താ ഇപ്പോൾ അനുവിനോട് ചോദിക്കുന്നു, അത് നീയാണെങ്കിൽ നേരത്തെ ഫോട്ടോ കെട്ടി അനുവിനോട് ചോദിക്കുകയാണ്, ഫോട്ടോ എത്തിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഇപ്പം എന്താ ജിസേലിൻ്റെ ഇത് കുത്തിപ്പിടിച്ചതിന് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അതൊരു കറക്റ്റ് പോയിന്റ് ആയിരുന്നു. അപ്പം പിന്നെ ഇവർ മറ്റേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അപ്പോൾ ജിസേൽ പറയുന്നത് ഇവള് പറഞ്ഞ എല്ലാം കള്ളത്തരമാണ്, ഞാൻ അന്നേരം അനുവും വിട്ടു കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞ കള്ളത്തരമല്ല എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അനു ജിസേൽ റെന ഇവരെല്ലാം കൂടെ എന്നിട്ട് വീണ്ടും ആ ജയിലിൻ്റെ അവിടെ റെന പുറത്തിരിപ്പോൾ ഇവർ രണ്ടൊരു അകത്തുണ്ട്. അപ്പം സ്വന്തം അന്നേരം റെനയൊക്കെ പറയുന്നുണ്ട് സ്വന്തം ഫ്രണ്ട് ശൈത്യ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അനുവിനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് എന്നിട്ടാണ് അവൾ എൻ്റെ പുറകെ നടന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ശൈത്യയുടെ അടുത്ത് പോയി റെന പറയുന്നുണ്ട് ഇവള് പറയുന്നത് നീ എപ്പോഴും പുറകെ നടക്കുവാണ്. അപ്പോൾ ശൈത്യക്ക് ദേഷ്യം വന്നു. ശൈത്യ പറഞ്ഞു ഞാൻ നിൻ്റെ പുറകെ എപ്പോഴടി വന്നത്, ഇന്നോട്ട് നിൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. നീ എന്താണ് എന്നെ പുറത്തുനിന്ന് കുത്തിയത്, നിനക്ക് എന്താണ് പറയാനുള്ളതെങ്കിൽ മുഖത്ത് നോക്കി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശൈത്യ പോകുന്നത്. പിന്നെ അടുത്ത കാണിക്കുന്ന നമ്മുടെ അക്ബർ ഷാനവാസാണല്ലോ, ഭയങ്കര ഇമോഷണലായിട്ട്. അതായത് പുള്ളിക്കാരന് എന്തോ ഹാർട്ട് അറ്റാക്ക് എന്തോ വന്നു നേരത്തെ കണ്ട ഷാനവാസിന് ഒരു 10 മിനിറ്റ് കൂടെ താമസിച്ചായിരുന്നുണ്ടെങ്കിൽ പോയേനെയുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് കരയുന്നു. പിന്നെ ഉമ്മയുടെ വിഷമത്തെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ ആ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അക്ബറിന് കരച്ചിൽ വന്നു. പിന്നെ അവർ രണ്ടുപേരും ആശ്വസിപ്പിക്കുന്നു, ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്രയും സ്ട്രെസ്സുമായിട്ടാണോ നീ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിഷിനും ലക്ഷ്മിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ
ജിഷിൻ്റെ കേസ് എന്തൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കുന്നു. എന്തുവാ ജിഷിൻ്റെ ഒരു ജസ്റ്റേഴ്സും ജിഷിൻ്റെ ഒരു അഗ്രഷനൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അതായത് ലക്ഷ്മി ഫുഡ് ക്യാപ്റ്റൻ കിച്ചൺ ക്യാപ്റ്റനാണ്. എന്നിട്ട് എന്തുവാ ജിഷിനെ ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജിഷിൻ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അത് പിന്നെ ലാസ്റ്റിൽ എന്തോ ഒരു തമാശ പറഞ്ഞാൽ അങ്ങ് സോൾവ് ആയിപ്പോയി. വലിയ അടിയായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് മസ്താനി അനുവും കൂടെ. അപ്പോൾ മസ്താനി ഇരുന്ന് കരയുന്നുണ്ട്. അതായത് പുള്ളിക്കാരിക്ക് ഇന്ന് കുറച്ച് കയ്യിൽ നിന്ന് പോയ പോലെ ഒരു ഫീൽ വന്നു. അപ്പോൾ അനു ആണെങ്കിൽ ഇത് പറഞ്ഞു, നീ ആണെന്നുണ്ടെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ വന്നത്, എന്നിട്ട് നീ ഇപ്പം കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനിയുടെ അടുത്ത് പറഞ്ഞു നീ സ്ട്രോങ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പം ഇതായിരുന്നു മൊത്തത്തിലുള്ളൊരു എപ്പിസോഡ് റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക. താങ്ക് യു.